ജുജുത്സു കൈസൻ എന്ന ജാപ്പനീസ് അനിമി ടിവി സീരീസിന്റെ സീസൺ 1 7ാമത്തെ എപ്പിസോഡാണ്. അപ്പോൾ എന്തായാലും ഒട്ടും സമയങ്ങളാതെ നേരെ എപ്പിസോഡിലോട്ട് പോകാം. എപ്പിസോഡ് തുടങ്ങിയത് തന്നെ എന്നും നമ്മൾ പ്രിൻസിപ്പളെ കാണാൻ കുറച്ച് ലൈറ്റ് ആയിട്ടല്ലേ പോവാ, ഇന്ന് പെട്ടെന്ന് പോയിട്ട് നമുക്ക് പ്രിൻസിപ്പളെ സർപ്രൈസ് ചെയ്യാമെന്ന് അയാൾ പറയുന്നു. പെട്ടെന്ന് എന്നെ ഗോജോ വണ്ടി നിർത്താൻ പറയുന്നു. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ഗോജോ നിങ്ങൾ പൊക്കോ, ഞാൻ വരാമെന്ന് പറയുന്നു. അതുപോലെ തന്നെ അയാൾ അവിടെ നിന്നും പോകുന്നു. ഗോജോ പറയുന്നു അപ്പൊ ശരി തുടങ്ങുമല്ലേ. പെട്ടെന്ന് തന്നെ അങ്ങോട്ടൊരു കേഴ്സ് വരുന്നു. ഗോജോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. ഇത് എന്ത് കേഴ്സാണെന്ന് പറഞ്ഞ് ഗോജോ ചിന്തിക്കുന്ന സമയത്ത് ആ കേഴ്സ് തന്റെ പവേഴ്സ് യൂസ് ചെയ്ത് ഗോജോയുടെ തൊട്ടടുത്ത് ഒരു വോൾക്കാനെ പോലെ സെറ്റ് ചെയ്തിരിക്കുന്നു. അതിൽ നിന്നും ഒരുപാടധികം ലാവ പുറത്തോട്ട് വരുന്നു. അതിനകത്ത് ഗോജോ പെട്ടുപോകുന്നു. ഇത്രയേ ഉള്ളൂ, അവന്റെ കാര്യം തീർന്നു. ഇതിനാണ് ഇത്രയും വലിയ ബിൽഡപ്പ് ഒക്കെ തന്നേന്ന് പറഞ്ഞ് ആ കേഴ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നു. പെട്ടെന്ന് തന്നെ ആ പുകക്കുള്ളിൽ നിന്നൊരു ശബ്ദം, സർപ്രൈസ്, നീ വിചാരിക്കുന്ന പോലെ ഞാൻ മരിച്ചിട്ടില്ലെന്ന് ഗോജോ പറയുന്നു. ഇത് കേട്ട് കുറച്ച് അതിശയത്തോടെ ആ കേഴ്സ് ഗോജോയെ തന്നെ നോക്കി നിൽക്കുന്നു. ശരി, ഇവന്റെ പവർ കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു എന്ന് ആ കേഴ്സ് പറയുന്നു. ഗോജോ ചിന്തിക്കുന്നു ഇതെന്ത് കേഴ്സാണ്, ഇതിനെ കൊണ്ട് സംസാരിക്കാൻ പറ്റുന്നുണ്ട്, ഇതൊരു സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സ് ആണെന്ന് തോന്നുന്നു. സൂക്കുടയുടെ ആ വിരൽ യൂജി വിഴുങ്ങിയ സമയത്ത് യൂജിക്ക് എത്ര പവേഴ്സ് ഉണ്ടായിരുന്നോ അതിനേക്കാൾ പവേഴ്സ് ഇപ്പോ ഈ കേഴ്സിനുണ്ടെന്ന് തോന്നുന്നു. ഇങ്ങനെ ഒരു സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സ് ഉള്ള കാര്യം റെക്കോർഡിലൊന്നും രേഖപ്പെടുത്തിയിട്ടില്ലല്ലോ എന്ന് ഗോജോ ചിന്തിക്കുകയാണ്. ഇതേ സമയം തന്നെ ആ കേഴ്സ് പറയുന്നു, എടാ മോനുസേ, നിന്റെ കഥ തീർന്നടാ, നിന്നെ ഞാൻ ഇന്ന് കൊല്ലാൻ പോവാടാ എന്ന് പറഞ്ഞ ആ കേഴ്സ് പറയുന്ന സമയത്ത് ഗോജോ മനസ്സിൽ ചിന്തിക്കുന്നു, ഹ്യൂമൻസ് ഇല്ലാത്ത സ്ഥലത്ത് വന്ന് ഇവൻ എന്തിനായിരിക്കും ഇങ്ങനെ ഒരു ഫൈറ്റ് പ്ലാൻ ചെയ്തേ? മനുഷ്യർക്ക് ഒരാപത്തും വരരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കോ ഇങ്ങനെ ഒരു സ്ഥലത്ത് വെച്ച് എന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നത്? ഏയ്, അങ്ങനെ വരാൻ വഴിയില്ല. തീർച്ചയായിട്ടും ഒരു സോസറേഴ്സും എന്നെ സഹായിക്കാൻ വരരുതെന്ന് വിചാരിച്ചിട്ടായിരിക്കും എന്നെ ഇവിടെ വെച്ച് ആക്രമിക്കുന്നത്. എന്ന ഇതേ സമയം തന്നെ ഒരുപാടധികം കൊതുകിനെ പോലെയുള്ള എന്തോ ഒരു ജീവിയെ വിട്ട് ആ കേഴ്സ് ഗോജോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. എന്നാൽ ഗോജോ ഇതേ സമയം തന്നെ രണ്ടുപേരിൽ അങ്ങ് പൊക്കി പിടിക്കുന്നു. ആ ജീവികൾ ഗോജോയുടെ മുമ്പിൽ ഗോജോനെ തൊട്ടില്ലെന്ന് പറഞ്ഞു നിൽക്കുവാണ്. ഇതേ സമയം തന്നെ ആ ജീവികളുടെ അടുത്ത് നിന്നും ഒരു പ്രത്യേക തരം സൗണ്ട് വരുന്നു. ഗോജോക്ക് മനസ്സിലാവുകയാണ് ഇത് പൊട്ടിത്തെറിക്കാൻ പോവുകയാണെന്നുള്ള കാര്യം. പെട്ടെന്ന് തന്നെ പൊട്ടിത്തെറിക്കുന്നു. എന്നാൽ ഗോജോ അതിനോടകം തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ കേഴ്സ് ഗോജോയെ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓടി വന്ന് ഗോജോയുടെ തലയങ്ങ് കത്തിക്കുന്നു. അതിന്റെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്ത് ഗോജോയെ ഒറ്റ ഇടി അങ്ങ് ഇടിക്കുന്നു. അവിടെ വലിയൊരു സ്ഫോടനം തന്നെ നടക്കുന്നു. അതെ, ഗോജോ മരിച്ചിരിക്കുന്നു. ഇത്ര സിമ്പിൾ ആയിട്ട് ഇവനെ കൊല്ലാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അങ്ങനെ ഗോജോയെയും കൊന്നുകൊണ്ട് ആ കേഴ്സ് അവിടെ നിന്ന് സ്ലോ മോഷനിൽ നടന്നു പോകുന്നു. പെട്ടെന്ന് പുറകിൽ നിന്ന് ഒരു ശബ്ദം, ഹേയ് മോനൂസേ, എങ്ങോട്ട് പോവാ? കളി ഇനിയും അവസാനിച്ചിട്ടില്ല, ആരംഭിച്ചിട്ടേ ഉള്ളൂ. നോക്കുന്ന സമയത്ത് അത് വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ ഗോജോ. അവൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതൊരിക്കലും നടക്കില്ല. ഞാൻ എന്റെ ഫുൾ സ്ട്രെങ്ത് യൂസ് ചെയ്ത് നിന്നെ അറ്റാക്ക് ചെയ്താണല്ലോ, എന്നിട്ട് എങ്ങനെ നീ ഇപ്പോഴും ജീവനോട് ഇരിക്കുന്നു എന്ന് കേഴ്സ് ഗോജോനോട് ചോദിക്കുന്നു. നീ എന്റെ രോമത്തിൽ പോലും തൊട്ടിട്ടില്ല, നീ എന്റെ ശരീരത്തിലല്ല തൊട്ടത്, എന്റെ ചുറ്റുമിരിക്കുന്ന ഇൻഫിനിറ്റിയിലാണ് നീ തൊട്ടത്. സംശയം ഉണ്ടെങ്കിൽ നീ എന്റെ കയ്യിലൊന്ന് തൊട്ടുനോക്ക് എന്ന് ഗോജോ പറയുന്നു. ഇവനെന്ത് തേങ്ങയാടായി പറയണേ എന്ന് പറഞ്ഞ ആ കേഴ്സ് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അവൻ പറഞ്ഞതല്ലേ, അവനൊന്നും ചെയ്യില്ലെന്ന് പറഞ്ഞ് നേരെ അവന്റെ കയ്യിൽ പോയി തൊട്ടു നോക്കാണ്. നോക്കുന്ന സമയത്ത് ആ കേഴ്സിനെ കൊണ്ട് അവന്റെ കയ്യിൽ തൊടാൻ പറ്റുന്നില്ല. നോക്കുന്ന സമയത്ത് എന്തോ ഒരു ഷീൽഡ് പോലെ എന്തോ അവിടെ നിൽക്കുന്നുണ്ട്. നിനക്ക് എന്നെ തൊടാൻ പറ്റില്ലായിരിക്കും, പക്ഷേ എനിക്ക് നിന്നെ തൊടാന്ന് പറഞ്ഞ് ഗോജോ അതിന്റെ കയ്യിൽ കയറി പിടിക്കുന്നു. എന്നിട്ട് ഒറ്റ ഇടി അങ്ങ് കൊടുക്കുന്നു അതിന്. ഇല്ല, ഇവൻക്ക് എവിടുന്ന് ഇത്രയും പവർ കിട്ടുന്നത്? എന്നെ കൊണ്ട് ഇത് താങ്ങാൻ പറ്റുന്നില്ലല്ലോ എന്നാ കേഴ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോജോ ഇൻഫിനിറ്റി എല്ലായിടത്തും ഉണ്ട്, അത് വേർതിരിച്ചെടുക്കുന്നതാണ് എന്റെ കഴിവ്. ആ കേഴ്സ് ഒരുപാട് മരത്തിലൊക്കെ തട്ടി അവിടെ നിന്ന് തെറിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗോജോ ആ കേഴ്സിനെ അങ്ങനെ വെറുതെ വിടാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓടി വന്ന് ആ കേഴ്സിനെ ഫുട്ബോൾ തട്ടുന്ന പോലെ ഒറ്റ തട്ടങ്ങ് തട്ടുവാണ്. അത് നേരെ ഒരു കുളത്തിൽ പോയി വീഴുന്നു. അങ്ങനെ ഒരു കുളത്തിൽ പോയി വീണ ആ കേഴ്സ് ചിന്തിക്കുകയാണ്, ഗോജോയെ കൊന്നു കഴിഞ്ഞാൽ ഹൈ ലെവൽ കേഴ്സിൽ എനിക്ക് അവൻ തരാമെന്ന് പറഞ്ഞു. ഞാനും പെട്ടെന്ന് എന്നെ സമ്മതിച്ചു. പക്ഷേ ഒരു ഞാൻ തോറ്റുപോയാൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ ഇതുവരെ ചിന്തിച്ചിട്ടില്ല. ശരിക്കും ഈ ഗോജോ വളരെയധികം സ്ട്രോങ് ആണ്. അവനെവിടെ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ കേഴ്സ്. ഇതേ സമയമാണ് ഗോജോ യൂജിയെയും പൊക്കിക്കൊണ്ട് അങ്ങോട്ട് വരുന്നത്. എന്നെ പെട്ടെന്ന് ഇറക്കി വിടെന്ന് പറഞ്ഞ് യൂജി നിലവിളിക്കുന്നുണ്ട്. അപ്പോഴാണ് ഗോജോ പറയുന്നത്, ഈ സ്ഥലത്ത് വെച്ചാണ് നിന്റെ ട്രെയിനിങ് ആരംഭിക്കാൻ പോകുന്നത്. ഇതേ സമയം യൂജി ആരാണ് ഇവനെന്ന് ഗോജോയോട് ചോദിക്കുന്നു. പിന്നീട് ഗോജോ യൂജിയുടെ അടുത്തോട്ട് നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. യൂജി ആണെങ്കിൽ അവിടെ ഒരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. അത് കാണുന്ന സമയത്ത് പോലും ആ ബൊമ്മ അവന്റെ അടുത്ത് ഇരിക്കുന്നുണ്ട്. പക്ഷെ ആ ബൊമ്മ അവനെ അറ്റാക്ക് ചെയ്യുന്നില്ല. സോ ഇവൻ കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കുന്നു. പെട്ടെന്ന് എന്നെ ഗോജോ പുറകിൽ നിന്ന് വിളിക്കുന്നു. ഇത് കേട്ട് യൂജി പേടിക്കുകയാണ്. പക്ഷെ അപ്പോഴും അവന്റെ ആ ബൊമ്മ അവനെ ആക്രമിക്കുന്നില്ല. ഗോജോ പറയുന്നു, നീ നിന്റെ കേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചിരിക്കുന്നു, ഇനി നിനക്ക് പ്രാക്ടിക്കൽ ആണ്, കമോൺ എന്റെ കൂടെ വാ. നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് ഡൊമൈൻ എക്സ്പെൻഷൻ ആണ് എന്ന് പറഞ്ഞുകൊണ്ട് യൂജിയെ തൂക്കിക്കൊണ്ട് വരുവാണ് അങ്ങോട്ട് ഗോജോ. യൂജിക്കിപ്പോ വെള്ളത്തിന്റെ മുകളിൽ നിൽക്കാൻ പറ്റുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് ഗോജോനോട് ചോദിക്കുന്നു. ഗോജോയുടെ ചുറ്റുമുള്ള ആ ഇൻഫിനിറ്റിയാണ് അതിന് കാരണം. അതാണ് ഗോജോയെ മുങ്ങിപ്പോവാതെ നോക്കുന്നത്. സോ യൂജിയെയും അത് മുങ്ങിപ്പോവാതെ നിർത്തുവാണ്.
10 സെക്കൻഡ് മുമ്പ് നമ്മൾ സ്കൂളിലായിരുന്നില്ലേ, എങ്ങനെ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയെന്ന് യുജി ഗോജോനോട് ചോദിക്കുന്നു. അതൊക്കെ ഉണ്ട് മോനൂസെ, സമയമാകുമ്പോ പറഞ്ഞുതരാം. സൂക്കുണയുടെ വിസിൽ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഇവന് മനസ്സിലായി കാണോ? അതുകൊണ്ടാണോ ഞാൻ ഇവനെ ആക്രമിക്കാതിരിക്കാൻ ഒരു ഷീൽഡ് പോലെ ഈ കുട്ടിയെ ഇവൻ കൊണ്ടുവന്നിരിക്കുന്ന എന്ന് ആ കേഴ്സ് ചിന്തിക്കുന്നു. ഇതേസമയം ഗോജോ, ഇവൻ ഇവിടെ ഉള്ളതൊന്നും നീ നോക്കണ്ട, നീ ഫൈറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഫൈറ്റ് ചെയ്തോ, ഞാൻ എന്റെ ഫൈറ്റ് ഒന്ന് ഇവന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഇവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നതെന്ന് ആ കേഴ്സിനോട് പറയുന്നു. അവനെ കൂടെ നിർത്തിയിട്ട് എന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്നത് നിനക്കൊരു ബുദ്ധിമുട്ടാവില്ലേ? ഏയ് എന്ത് ബുദ്ധിമുട്ട്, എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല, നിന്നെ പോലെ വീക്കായിട്ടുള്ള ഒരാളെ ഇല്ലാതാക്കാൻ എനിക്ക് അധികം സമയമൊന്നും വേണ്ട എന്ന് ഗോജോ പറയുന്നു. ഇത് കേട്ട് ടെൻഷൻ ആവുകയാണ് ആ കേഴ്സ്. ആ കേഴ്സിന്റെ പവർ യൂസ് ചെയ്ത് ഗോജോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുവാണ്. ഇതേസമയം യുജി ചിന്തിക്കുന്നു, ഇവൻ വീക്ക് ആയിട്ടുള്ള കേഴ്സോ? പക്ഷെ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കേഴ്സ് ആണല്ലോ ഇവൻ. ഹേയ് മോനുസേ, ഇതൊന്നും കണ്ട് നീ പേടിക്കണ്ട, ഞാൻ കളിക്കുന്ന കളി നീ കണ്ടാ മതി, അതിനാ നിന്നെ കൊണ്ടുവന്നേ. ഇതേസമയം തന്നെ ആ കേഴ്സ് തന്റെ ഡൊമൈൻ എക്സ്പെൻഷന്റെ ഉള്ളിലോട്ട് ഇവരെ കൊണ്ടുപോകുന്നു. അതായത് ആ കേഴ്സിന്റെ താവളത്തിലോട്ട്. അവിടെ പവർഫുൾ ആയിരിക്കുന്നത് ആ കേഴ്സ് ആയിരിക്കും. സോ ഗോജോക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതേസമയം യുജി ഇതെന്ത് സ്ഥലമാണെന്ന് പറഞ്ഞ് ചിന്തിച്ചു നിൽക്കുന്നു. പെട്ടെന്ന് തന്നെ അവന്റെ കൈയൊക്കെ പൊള്ളുന്നുണ്ട്. ഗോജോ പറഞ്ഞു കൊടുക്കുന്നു, ഇതാണ് ഡൊമൈൻ എക്സ്പെൻഷൻ. അന്ന് നിങ്ങൾ ആ സ്പെഷ്യൽ ഗ്രേഡ് കേഴ്സിന്റെ കൂടെ ഫൈറ്റ് ചെയ്യുന്ന സമയത്ത് ഒരു ബിൽഡിംഗ് കണ്ടിട്ടുണ്ടാവും. അത് ആ കേഴ്സിന്റെ ഡൊമൈൻ എക്സ്പെൻഷൻ ആണ്. പക്ഷെ അത് മുഴുവനായിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ കംപ്ലീറ്റ് ആയിരുന്നെങ്കിൽ അന്ന് തീർച്ചയായിട്ടും നിങ്ങൾ മരിച്ചുപോയേനെ. ഇങ്ങനെ ഒരു ഡൊമൈൻ എക്സ്പെൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ ഒരുപാട് അധികം കേഴ്സ് എനർജി ആവശ്യമാണ്. മാത്രമല്ല നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ആൾക്ക് ഈ സ്ഥലത്ത് ഒരുപാട് അധികം അഡ്വാൻറ്റേജും ഉണ്ടാവും. ഇതേസമയം തന്നെ ആ കേഴ്സ് വലിയൊരു പാറക്കഷ്ണം വെച്ച് ഗോജോയെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഗോജോ നൈസായിട്ട് തന്റെ കൈ വെച്ച് ചെറുതായിട്ടൊന്ന് മുട്ടുവാണ്. അതെല്ലാം തന്നെ പൊടിഞ്ഞങ്ങ് പോകുന്നു. ഇത് കണ്ട ആ കേഴ്സ്, ഇതിനകത്തോട്ട് സാധാരണ ഒരു മനുഷ്യൻ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരുക്കി ഇല്ലാണ്ടാവും. പക്ഷേ ഇവൻ എങ്ങനെയാ ഇത്രയും പവർഫുൾ ആയിട്ട് ഇതിനകത്തിരിക്കുന്നത് എന്ന് ആ കേഴ്സ് ചിന്തിക്കുന്നു. ഗോജോ യുജിയോട് പറഞ്ഞു കൊടുക്കുവാണ്, ഇതിൽ നിന്നും രക്ഷപ്പെടാൻ രണ്ട് വഴിയേ ഉള്ളൂ. നമ്മളുടെ എതിരെ നിൽക്കുന്നത് ആരാണോ അയാളുടെ അതേ ലെവലില് കേഴ്സ് എനർജി കൊടുത്ത് നമുക്ക് രക്ഷപ്പെടാം. രണ്ടാമത്തെ വഴി എന്ന് പറയുന്നത് ഈ ഡൊമൈൻ്റെ ഉള്ളിൽ നിന്നും നമുക്ക് പുറത്തോട്ട് കടന്ന് നമുക്ക് രക്ഷപ്പെടാം. പക്ഷേ ഡൊമൈൻ്റെ ഉള്ളിൽ നിന്നും പുറത്തോട്ട് പോകുന്നത് വളരെ റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ അതൊരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. ഗോജോയെ കൊല്ലാമെന്ന് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു. ആ ഹൈ ലെവൽ കേഴ്സ് സീലിന് വേണ്ടിയാണ് ഞാൻ ഇത് സമ്മതിച്ചത്. പക്ഷെ ഇപ്പോ ഇവൻ എന്നെ ഒരുപാടധികം ദേഷ്യപ്പെടുത്തുന്നുണ്ട്. എന്നെ ഒരുപാട് അടിയൊക്കെ അടിച്ചു. അതിനുള്ളത് എന്തായാലും ഞാൻ തിരിച്ചു കൊടുക്കും എന്ന് പറഞ്ഞ് ആ കേഴ്സ് ചിന്തിക്കുന്നു. ഒരു ഡൊമൈൻ്റെ ഉള്ളിൽ മറ്റൊരു ഡൊമൈൻ ഓപ്പൺ ചെയ്യണമെങ്കിൽ എന്തായാലും അതിന് ഒരുപാടധികം കേഴ്സ് എനർജി ആവശ്യമാണ്. അത്രയും കേഴ്സ് എനർജി ഉള്ള ഒരാൾ ഒരു സാധാരണക്കാരനായിരിക്കില്ലല്ലോ എന്ന് പറഞ്ഞ് ഗോജോ തന്റെ കണ്ണിലുണ്ടായിരുന്ന ആ മാസ്ക് അങ്ങ് മാറ്റുന്നു. എന്ത് പറ്റി എനിക്ക് ഒന്നും തന്നെ ഫീൽ ചെയ്യാൻ പറ്റുന്നില്ല. എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. ഏയ് അല്ല, എന്നെ കൊണ്ട് എല്ലാം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, എല്ലാം കാണാനും പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് എന്നെ കൊണ്ട് ഒന്നും കാണാനും ഫീൽ ചെയ്യാനും പറ്റാത്തത്. ഇൻഫിനിറ്റി വൈഡില് നിന്നെ കൊണ്ട് എല്ലാം തന്നെ കാണാനും ഫീൽ ചെയ്യാനും പറ്റും. അതൊരു കണ്ടിന്യൂസ് ലൂപ്പ് പോലെ പോകുന്നത് കൊണ്ടാണ് നിന്നെ കൊണ്ട് ഒന്നും ഫീൽ ചെയ്യാനും കാണാനും പറ്റാത്തത് എന്ന് ഗോജോ പറയുന്നു. സോ നിന്റെ കഥ തീർന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഗോജോ അതിന്റെ തല അങ്ങ് എടുക്കുന്നു. അതോടൊപ്പം ആ ഡൊമൈൻ എക്സ്പെൻഷൻ തന്നെ അവിടെ നിന്നും ഇല്ലാണ്ടാവുന്നു. നിന്നെ പൂർണ്ണമായിട്ട് ഇല്ലാതാക്കുന്നതിന് മുമ്പ് എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ടെന്ന് ഗോജോ ആ കേഴ്സിനോട് പറയുന്നു. പറ, ആരാണ് എന്നെ അറ്റാക്ക് ചെയ്യാൻ നിന്നെ പറഞ്ഞു വിട്ടത്? ഗോജോ, ഇത്രയും പവർഫുൾ ആയിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല എന്ന് പറഞ്ഞ് ഗോജോനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് യുജി. ഇതാണ് ഞാൻ അവനോട് ആദ്യം തന്നെ പറഞ്ഞത്. സ്കൂളിലിരിക്കുന്ന ആരെയും എന്നെ കാണാൻ പാടില്ല, അത് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമാവും. സോ ഞാൻ ഇവിടെ നിന്നും പോവാണ്. നീ അവനെ രക്ഷിക്കുന്നുണ്ടെങ്കിൽ രക്ഷിക്ക്, അല്ലെങ്കിൽ എന്റെ കൂടെ പോരെ എന്ന് പറഞ്ഞ് നമ്മൾ ഇതിനു മുമ്പ് കണ്ട ആ മുടി വളർത്തിയ പുള്ളിക്കാരൻ പറഞ്ഞുകൊണ്ട് നിൽക്കുവാണ്. ഇതെല്ലാം തന്നെ അവർ കാണുന്നുണ്ടായിരുന്നു. ഇതേസമയം അയാളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കേഴ്സ് എന്തോ പറയുവാണ്. ഇത് കേട്ട അയാൾ, ഒരു കേഴ്സ് ഇതേപോലെ പറയുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. മര്യാദയ്ക്ക് ഞാൻ ചോദിച്ചതിന് മറുപടി പറ, അല്ലെങ്കിൽ നിന്നെ കൊന്നുകളയും. ഏയ് അങ്ങനെയല്ല, നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നിന്നെ കൊന്നുകളയും എന്ന് ഗോജോ ആ കേഴ്സിനോട് പറയുന്നു. പെട്ടെന്ന് തന്നെ അവിടെ ഒരു ചെടി മുളച്ചു വരുവാണ്. നോക്കുന്ന സമയത്ത് ഒരുപാട് അധികം പൂക്കളും മുളക്കുന്നുണ്ട്. ഇത് കണ്ട് യുജിയും ഗോജോവും വാവ് എന്ത് രസമാണല്ലേ എന്ന് പറഞ്ഞ് അതിൽ തന്നെ മയങ്ങി കിടക്കുന്നു. പെട്ടെന്ന് തന്നെ ഗോജോ, ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്? പെട്ടെന്ന് തന്നെ യുജിയെ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ വേര് അങ്ങ് ആകാശത്തോട്ട് കൊണ്ടുപോകുന്നു. ഇതേ സമയം തന്നെ ആ കേഴ്സിന്റെ തല മറ്റൊരു കേഴ്സ് അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നു. എന്നെ പറ്റി ആലോചിച്ച് വിഷമിക്കേണ്ട, പെട്ടെന്ന് തന്നെ ആ കേഴ്സിനെ ഇല്ലാതാക്കുന്നു യുജി അപ്പുറത്തുനിന്ന് വിളിച്ചു പറയുന്നു. ഇതേ സമയം തന്നെ ആ മരത്തിന്റെ പേര് യുജിയെ വിഴുങ്ങാൻ വേണ്ടി ശ്രമിക്കുവാണ്. ഇത് കണ്ട് യുജി, ഞാൻ വെറുതെ പറഞ്ഞതാ, ആദ്യം ഇന്നെ നോക്ക്, എന്നെ ഇപ്പൊ കൊല്ലുടാ എന്നും പറഞ്ഞ് നിലവിളിക്കുന്നു. ഗോജോ യുജിയെ രക്ഷിക്കുന്ന സമയത്ത് ആ കേഴ്സ് മറ്റേ കേഴ്സിനെയും കൊണ്ട് അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഓ, രക്ഷപ്പെട്ടു പോയോ? ഞാൻ വിചാരിക്കുന്ന പോലെയല്ല, ഒരുപാട് കേഴ്സ് സ്പിരിറ്റ് ഇവിടെയൊക്കെ തന്നെയുണ്ട്. ഇതേ സമയം തന്നെ യുജി, ഞാൻ കാരണമാണ് അവർ രക്ഷപ്പെട്ടു പോയതെന്ന് പറഞ്ഞ് ഗോജോനോട് സോറി പറയുവാണ് അവിടെ ഇരുന്നിട്ട്. ഹേ യുജി ഇറ്റഡോറി, നീ പെട്ടെന്ന് തന്നെ നമ്മൾ ഇപ്പൊ കണ്ട ആ കേഴ്സിലെ അതിനെ അങ്ങ് കൊന്നുകളയണം.
അതിനേക്കാൾ പവർഫുൾ ആയിട്ട് നീ മാറണം. അതിനുവേണ്ടി ഞാൻ നിന്നെ ട്രെയിനിങ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫ് മുന്നോട്ട് പോകണമെങ്കിൽ നമുക്കൊരു ഗോൾ ഇരിക്കണം. നിന്റെ ഗോൾ എന്ന് പറയുന്നത് ഇപ്പോൾ ആ കേഴ്സാണ്. അതിനെ കൊല്ലുന്നതിന് അത്രയും പവർഫുൾ ആയിട്ട് നീ മാറണം. പിന്നെ 2 മാസം കഴിഞ്ഞ് വരാൻ പോകുന്ന എക്സ്ചേഞ്ച് ഇവന്റിലെ നീ ആരാണെന്ന് കാണിച്ചു കൊടുക്കണം എന്ന് ഗോജോ പറയുന്നു. ഇത് കേട്ട് യുജി, എനിക്കൊരു സംശയമുണ്ട്, എന്താണ് ഈ എക്സ്ചേഞ്ച് ഇവന്റ്? ഓ, അതിനെപ്പറ്റി ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലല്ലേ എന്ന് പറഞ്ഞ് ഗോജോ അപ്പോഴാണ് അതിനെപ്പറ്റി ചിന്തിക്കുന്നത്. ഇതേ സമയം പ്രിൻസിപ്പൽ ഗോജോക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഗോജോ വരാത്തത് കണ്ടിട്ട് അവരാണെങ്കിൽ ടെൻഷൻ അടിച്ചിരിക്കുന്നു. ഇതേ സമയമാണ് നേരത്തെ കണ്ട അയാൾ ഒരു സ്ഥലത്തോട്ട് കയറി പോകുന്നത്. ഒരു അപ്പാർട്ട്മെന്റ് പോലുള്ള സ്ഥലത്തോട്ട്. അയാളുടെ പേരാണ് ഗീറ്റ. അയാൾ ഒരു റൂമിലോട്ട് കയറി പോകുന്നു. അതൊരു ഡൊമൈൻ എക്സ്പെൻഷൻ ആയിരുന്നു. അയാൾ നേരെ പോകുന്നത് ഒരു ബീച്ച് പോലെയുള്ള സ്ഥലത്തോട്ടാണ്. അവിടെ ഒരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ പറയുന്നു, ഹേയ് ഗീറ്റ, നീ വന്നോ? ജോഗോ എവിടെ? കുറച്ചുകൂടി കഴിഞ്ഞിരുന്നെങ്കിൽ ചത്തുപോയനെ. ഹിനാമി രക്ഷിച്ചിട്ടുണ്ട് എന്തായാലും. ഞാൻ ആദ്യം തന്നെ അവനോട് പറഞ്ഞാണ് നിന്നെ കൊണ്ട് കൂട്ടിയെ കൂടൂല എന്ന്. ഇതേ സമയമാണ് അങ്ങോട്ട് ഹിനാമിയും തല മാത്രമുള്ള ജോഗോയും വരുന്നത്. എന്ത് പറ്റിയെന്ന് ജോഗോനോട് അവിടെ ഉണ്ടായിരുന്ന അയാൾ ചോദിക്കുന്ന സമയത്ത് ജോഗോ പറയുവാണ്, ഇവൻ എന്നെ വേണമെന്ന് പറഞ്ഞിട്ട് എന്നെ അങ്ങോട്ട് അയച്ചാണ്, എന്നെ കൊല്ലാൻ വേണ്ടിയിട്ട്. ഞാൻ നിന്നോട് ആദ്യം തന്നെ പറഞ്ഞല്ലേ നിന്നെ കൊണ്ട് കൂട്ടിയെ കൂടൂല എന്ന്. കറക്റ്റ് ആയിട്ടുള്ള സമയം വരുമ്പോ വേണം അവനെ സീൽ ചെയ്യാൻ എന്ന് കീറ്റ പറയുവാണ്. കറക്റ്റ് ആയിട്ടുള്ള ടൈം വരുന്നവരെ നമ്മൾ കാത്തിരിക്കണം, മനുഷ്യരുടെ പോലെ എന്ന് ആ ബുക്ക് വായിച്ചിരിക്കുന്ന ആൾ പറയുന്നു. സോ അവിടെ വെച്ച് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. ആ ബുക്ക് വായിച്ചിരിക്കുന്ന ആൾ ആക്ച്വലി ഒരു കേഴ്സാണ്. ഇപ്പൊ നമ്മൾ കണ്ട എല്ലാ കേഴ്സിനെയും കൺട്രോൾ ചെയ്യുന്നത് അവരാണ്. അവരെല്ലാവരും കൂടി ചേർന്ന് മനുഷ്യരുള്ള ഈ ലോകത്തിനെ എന്തോ വലുതായിട്ട് ചെയ്യാൻ പോകുന്നതായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തരത്തിലുള്ള ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. അടുത്ത എപ്പിസോഡായിട്ട് അടുത്ത ദിവസം വരാം. അതുവരേക്കും ബൈ.